സ്റ്റുഡൻസ് എല്ലാവർക്കും നന്ദൂസ് എഡ്യൂക്കേറ്റിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് PSCയിലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ്. നമ്മൾ ഇന്ത്യ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തു നിന്ന ആദ്യത്തെ സമരമായ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്ത്യ ആരാണ് പിടിച്ചടക്കിയത്? ആരാണ്? ബ്രിട്ടീഷുകാർ. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടിച്ചടക്കുന്നതിനോടൊപ്പം തന്നെ അതിനു മുമ്പ് 1800 കാലയളവിലേക്കാണ് 1600 കാലയളവിലേക്കാണ് ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അവരുടെ കമ്പനിയുടെ പേരെന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് ഒരു കമ്പനി തുടങ്ങുകയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്കും വന്ന് നമ്മുടെ ഇന്ത്യയിലും ഒരു കമ്പനി തുടങ്ങുകയും ചെയ്തു. ആ കമ്പനി തുടങ്ങിയത് 1600 കാലഘട്ടത്തിൽ വന്നു, നങ്കൂരം വിട്ടു, അവിടെ നിന്ന് അന്ന് തുടങ്ങിയതാണ്. അതേപോലെ തന്നെ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവർ കോളനികളെ സ്ഥാപിച്ചു. ഈ കോളനികൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ പിടിച്ചടക്കി വെക്കുമ്പോഴാണ് ആ വലിയ രാജ്യത്തിന്റെ കോളനിയായി ഈ ചെറിയ രാജ്യം മാറുന്നത്. അങ്ങനെ 13ഓളം വരുന്ന കോളനികൾ ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് അന്ന് ഉണ്ടായിരുന്നു. 1800 കാലയളവ് ആകാറാവുന്ന സമയത്ത് 13ഓളം വരുന്ന കോളനികൾ ആർക്കുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നു. എവിടെയാ? യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ. ഓക്കെ, വടക്കേ അമേരിക്കയിലൊക്കെ 13 കോളനികൾ ഉണ്ടായിരുന്നു. ജോർജിയ തുടങ്ങിയ, ഫിലാഡൽഫിയ തുടങ്ങിയ ഒരുപാട് കോളനികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ എങ്ങോട്ടേക്കും കൂടെ കയറി വന്നു? കിഴക്കൻ രാജ്യങ്ങളിലേക്ക് കൂടെ വന്നപ്പോൾ ഇന്ത്യ, ഏഷ്യൻ രാജ്യമായ ഇന്ത്യയിലും അവർ വന്നു. 1800 കാലയളവിൽ വരികയും അന്ന് ബ്രിട്ടീഷുകാർ അവർക്ക് അനുമതി കൊടുത്ത രാജ്ഞിയാണ് എലിസബത്ത് രാജ്ഞി. ആ എലിസബത്ത് രാജ്ഞിയുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അവരുടെ റോയൽ ചാർട്ടർ എന്ന് പറഞ്ഞ അനുമതി പ്രകാരം അവർ ബ്രിട്ടീഷുകാർ എങ്ങോട്ടൊന്നു ഇന്ത്യയിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇതിലേക്ക് വരികയും വന്നതിന് ശേഷം വന്നപ്പോൾ അവരുടെ കമ്പനിയുടെ പേര് ജോൺ കമ്പനി എന്നായിരുന്നു. അതിനുശേഷമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയത് എന്ന പേര് മാറ്റം വന്നത്. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് ഒരുപാട് നയങ്ങൾ അവർ കൊണ്ടുവന്നു. ഈ നയങ്ങളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരുപാട് നയങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ പോളിസികൾ നമുക്ക് വളരെയധികം ദോഷകരമായിരുന്നു. അത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന എല്ലാ ക്രൂരതകൾക്കും എതിരെ നമ്മൾ ആദ്യമായിട്ട് ചെറുത്ത് നിൽക്കാൻ തുടങ്ങിയതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് നമ്മുടെ വന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമുക്ക് കുറെ ചെയ്യാനുണ്ട്. കാരണം 1857 നമ്മളെ ഇന്ത്യ ചെറുത്ത് നിൽക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് തുടങ്ങി പോകാം. അതിന് മുമ്പുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പൊ 1857 എന്താ സംഭവിച്ചത് എന്നറിയണ്ടേ? ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ 1857 നമുക്ക് ശിപ്പായിമാരെന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഈ ശിപ്പായിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ പട്ടാളത്തിൽ തന്നെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളം. കാരണം ബ്രിട്ടീഷുകാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാർ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ തന്നെ ഒരു ആർമി ഉണ്ട്. ആ ആർമിയിൽ ഇന്ത്യക്കാരായിട്ടുള്ള സൈനികർ കൂടി ഉണ്ടായിരുന്നു. ആ ഇന്ത്യക്കാരായിട്ടുള്ള സൈനികരെ വിളിച്ച പേരാണ് ശിപ്പായിമാർ. അഥവാ പട്ടാള ജോലിയിലെ ഏറ്റവും താഴ്ന്ന ജോലിയാണ് ശിപ്പായിമാർ. അപ്പൊ ഈ ശിപ്പായിമാരായിട്ട് നമ്മളെ ഇന്ത്യക്കാരെയാണ് അവർ എന്ത് ചെയ്തത്? നിയമിച്ചിരുന്നത്. അപ്പൊ അത് സാധാരണക്കാരായ ജനങ്ങളായിരുന്നു, ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളായിരുന്നു ശിപ്പായിമാരായിരുന്നത്. ഈ ശിപ്പായിമാരായിരുന്ന ഈ ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ഇവര് കുറെ കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം അവരൊരു പുതിയതായിട്ട് ആധുനികമായിട്ട് ഒരു തോക്ക് നിർമ്മിച്ചു കൊടുത്തു. ഈ തോക്കിനകത്ത് എന്തുണ്ടായിരുന്നു അറിയാമോ? പന്നിയുടെയും മറ്റ് മൃഗങ്ങളുടെയൊക്കെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഉപയോഗിക്കുന്ന തിര എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉപയോഗിക്കുന്ന വെടികുണ്ടകൾക്ക്. ആ ഗുണ്ട നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു? പന്നിയുടെയും മറ്റു സാധനങ്ങളുടെയും മറ്റു ജീവികളുടെയൊക്കെ കൊഴുപ്പ്. അപ്പൊ ഈ പന്നി തുടങ്ങിയ ജീവികളൊക്കെ നമ്മുടെ അന്ന് ഹിന്ദു മതവും മുസ്ലിം മതവും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ബ്രാഹ്മണന്മാർ അങ്ങനെയുള്ള ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊന്നും ഏത് ഇഷ്ടമല്ലാത്തതാണ് അല്ലെങ്കിൽ അവർക്ക് വിരോധമായിട്ട് നിൽക്കുന്ന 2 ജീവികളാണ് ഈ പറഞ്ഞ പന്നികളൊക്കെ. അപ്പൊ അവരുടെയൊക്കെ കൊഴുപ്പുകളൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഉണ്ടകളിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ ജോലി ചെയ്യാൻ ഇഷ്ടമല്ലാതെ വരും. കാരണം അവർ ആ ജോലി ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ. കാരണം അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഈ പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് അവർക്ക് കിട്ടിയത്. അപ്പൊ ആ ഒരു വാർത്ത അറിഞ്ഞതോടുകൂടി ഇവിടുത്തെ ഇന്ത്യയിലെ ശിപ്പായിമാരായിട്ടുള്ള പട്ടാളക്കാർ പറഞ്ഞു, ഞങ്ങൾ ഈ തോക്ക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ തോക്ക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ബ്രിട്ടീഷുകാർ ആർക്കെതിരെ തിരിഞ്ഞു? ഈ പറഞ്ഞ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മംഗൾ പാണ്ഡെ. ആ പേര് ഓർത്ത് വെച്ചേക്കുക, മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെ എന്ന് പറഞ്ഞ സൈനിക ഉദ്യോഗസ്ഥൻ നമ്മുടെ ഇന്ത്യക്കാരനാണ് കേട്ടോ. ആ സൈനിക ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്തു? ഇയാൾക്ക് കൊടുത്ത തോക്ക്, അത് ഒരു ബ്രിട്ടീഷ് മേധാവി അദ്ദേഹത്തിന് ഒരു തോക്ക് കൊടുക്കുകയും ആ തോക്ക് ഉപയോഗിക്കാൻ പറയുകയും ചെയ്തു. ആധുനികമായ തോക്കാണ്, അതിനകത്ത് പന്നിയുടെ കൊഴുപ്പുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ തോക്കെടുത്ത് ആ നിറം അതുപോലെ തന്നെ ആ ബ്രിട്ടീഷ് മേധാവിയുടെ ദേഹത്ത് തന്നെ നിറയൊഴിച്ചു. അതായത് അദ്ദേഹത്തിനെ തന്നെ വെടിവെച്ചു ആ മേധാവി. അങ്ങനെ ബ്രിട്ടീഷുകാർ ഫുള്ളായിട്ടും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിലെ എല്ലാ മേധാവി ഉദ്യോഗസ്ഥന്മാരും വന്നും ഈ മംഗൾ പാണ്ഡെയെ കൂട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തിനെ തൂക്കിലേറ്റാൻ വിധിക്കുകയും ചെയ്തു. അങ്ങനെ 1857 ഏപ്രിൽ 8 അദ്ദേഹത്തിനെ തൂക്കിലേറ്റുന്നത്. ഈ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മളെ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് തിരിഞ്ഞത്.
ഓക്കെ, അങ്ങനെ 1857 മെയ് 10, 11 ആകുമ്പോൾ തന്നെ മെയ് 10 തന്നെ അവരെന്ത് ചെയ്തു? ജനങ്ങൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചു. ഈ ഒരു വാർത്ത അറിഞ്ഞ മംഗൾപാട്ടയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. ആ രക്തസാക്ഷിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മരണം അറിഞ്ഞ് ഈ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു സമരത്തിന്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. ജനങ്ങളെല്ലാവരും ഒരുമിച്ച് ജനങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ സാധാരണക്കാരും വലിയവനും അതേ കണക്ക് തന്നെ അധ്യാപകന്മാരും കോടതിയിൽ പോകുന്നവരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും എല്ലാവരും ഒരുമിച്ച്, പട്ടാളക്കാരുൾപ്പെടെ, ഇന്ത്യൻ പട്ടാളക്കാരുൾപ്പെടെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തു നിന്ന ഒരു സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ, എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞത്. ഇനി അടുത്തത്, ഈ ജനങ്ങളെല്ലാം ഒരുമിച്ചു എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഈ ജനങ്ങളെല്ലാം എവിടെയാണ് ഒരുമിച്ചത്, എങ്ങോട്ടേക്കാണ് ചെന്നത്? അപ്പൊ ആ സ്ഥലം അറിയണം. ആ സ്ഥലമാണ് മീററ്റ്. എന്താണ്? ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഓക്കെ, എവിടെയാണ് ആ സ്ഥലം? മീററ്റ്. എവിടെയാണ്? മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ്. അപ്പൊ തുടക്കം കുറിച്ച് എവിടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്നും സമരം തുടങ്ങുകയാണ്. സമരത്തിൽ എല്ലാവരും പങ്കെടുത്തെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ ആ സമരം വലിയൊരു സമരമായിട്ട് മാറാൻ കാരണം ഇത്രയും ജനപങ്കാളിത്തം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ രാജാവ് അന്നത്തെ രാജാവായിരുന്നു ബഹദൂർ ഷാ ടു. ഏതാണ്? ബഹദൂർ ഷാ ടു മുഗൾ ഭരണാധികാരിയായിരുന്നു. നമുക്കറിയാം, അന്ന് വരെ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ മുഗൾ ഭരണാധികാരിയായിരുന്നു. ഏറ്റവും അവസാനത്തെ മുഗൾ ഭരണാധികാരി അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ അവിടെ നിന്നും പാലനം ചെയ്യിപ്പിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. ആ പാലനത്തിലൂടെ മുഗൾ ഭരണം എന്ന് പറഞ്ഞ ഭരണം തന്നെ അക്ബർ, ഷാജഹാൻ തുടങ്ങിയവരൊക്കെയാണ് മുഗൾ ഭരണാധികാരികൾ കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഭരണാധികാരികളെല്ലാം തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുഗൾ ഭരണം അന്നത്തോടുകൂടി അവസാനിക്കുകയുണ്ടായി. 1857 സമരത്തോടുകൂടി ഇത് അവസാനിക്കുകയുണ്ടായി. അപ്പൊ 1857 സമരത്തിൽ ഇത്രയും പേരും കൂടെ പങ്കെടുത്തുകൊണ്ട് ഒരുമിച്ച് നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയാണ്. അങ്ങനെ പോരാടുന്ന സമയത്ത് ഈ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ വളരെ നല്ല രീതിയിൽ അടിച്ചമർത്തി. കാരണം അവരുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നിങ്ങൾക്കറിയാം, തോക്ക്, മറ്റു കാര്യങ്ങളൊക്കെയാണ്. ആധുനികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിലുണ്ട്. നമ്മുടെ കയ്യിലോ നിങ്ങൾ ആലോചിക്കും, നമ്മുടെ കലാപത്തിലെല്ലാം പങ്കെടുത്ത ആരൊക്കെയായിരുന്നു? സാധാരണക്കാരായ ജനങ്ങൾ, കലാപകാരികളൊന്നും അല്ല, കർഷകരാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ആയുധങ്ങൾ എന്താ? കുന്തം, അതേപോലെ തന്നെ അമ്പും വില്ലും, അത്തരത്തിലുള്ള ചെറിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെ അടിച്ചമർത്താൻ അവർക്ക് യാതൊരുവിധ ഒരു സന്നാഹങ്ങളും വേണ്ടി വന്നില്ല. നമ്മളുടെ സമരത്തെ നല്ല രീതിയിൽ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബഹദൂർ ഷാ ടു എന്ന് പറഞ്ഞു. അദ്ദേഹമായിരുന്നു അവസാനത്തെ രാജാവെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനെ ഈ ജനങ്ങളെല്ലാം കൂടെ രാജാവായി, ചക്രവർത്തിയായി, ഇന്ത്യയുടെ ഷഹൻഷായായി, എന്താണ്? ഇന്ത്യയുടെ ഷഹൻഷായായി അല്ലെങ്കിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ബഹദൂർ ഷാ ടുവിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി ഈ സമരത്തിന്റെ അന്ത്യത്തോടുകൂടി എന്ത് ചെയ്തു? ജനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതൊരു സംഭവമാണ് ഇതിൽ. അപ്പൊ എന്താണ്? ബഹദൂർ ഷാ ടുവിനെ ഇന്ത്യയിലെ ജനങ്ങൾ, ഈ കലാപകാരികളെല്ലാം കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തിനെ എന്താക്കി? ചക്രവർത്തി, ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ കർഷകരെല്ലാവരും ഒരുമിച്ച് ഈ സമരത്തിൽ ഇവര് ചെന്ന് ബ്രിട്ടീഷുകാരുടെ എല്ലാ ഓഫീസുകളും തന്നെ കൊള്ള പലിശക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ എല്ലാ പണമിടപാടുകളും കൈവശം വെച്ചിരിക്കുന്ന പേപ്പറുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീയിടുകയാണ് ഉണ്ടായത് ഈ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന്. അങ്ങനെ ഈ സമരം ഹിന്ദു മുസ്ലിം ഒരു ഐക്യമായിരുന്നു ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ ജനങ്ങളും ഒന്നിച്ചെന്ന് നമ്മൾ പറഞ്ഞില്ല. അപ്പൊ എല്ലാവരും ഒരുമിച്ചൊരു ദേശീയത എന്ന് പറഞ്ഞ വികാരം എല്ലാവരിലേക്കും തുടക്കം കുറിച്ചത് ഈ ഒരു സമരത്തോടു കൂടിയാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ സമരത്തിനെ നല്ല രീതിയിലുള്ള വിജയത്തിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ വിജയിക്കാൻ നമുക്ക് സാധിച്ചില്ല. എന്നാലും ഏറ്റവും ശക്തമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ സമരം എന്ന് അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? 1857 ഈ സമരമാണ്. ഈ സമരത്തിൽ കുറച്ചധികം നമ്മൾ കുറച്ചുകൂടെ പോയിന്റ്സുകൾ പഠിക്കേണ്ടി വരും. അതായത് ആരൊക്കെ എന്തൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് നമുക്ക് അറിയണ്ടേ കേട്ടോ. ഈ സമരത്തിന്റെ ഫലമായി അവധ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, എവിടെയാണ്? അവധ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1.5 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ മരണപ്പെടുകയുണ്ടായി. അതിൽ 1 ലക്ഷത്തോളം വരുന്ന ആൾക്കാരും സാധാരണക്കാരായ ജനങ്ങളായിരുന്നു. പിന്നീട് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ അനന്തരഫലം, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇനി ഈ സമരത്തിൽ മറ്റു പ്രത്യേകത ആരൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുത്തതെന്ന് നമുക്കറിയണ്ടേ. നമ്മൾ പറഞ്ഞിരുന്നു, മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞൊരു നിരോധന നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദത്തവകാശ നിയമം. അതായത് പണ്ട് നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്, ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ആരായിരുന്നു? രാജാക്കന്മാര്, പ്രഭുക്കന്മാർ എന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മളവിടെ നിന്നിരുന്ന മൊണാർക്കി എന്ന് പറയുന്ന സിസ്റ്റം ആയിരുന്നു. മൊണാർക്കി എന്ന് പറയുന്നത് രാജഭരണം. അത്തരത്തിൽ രാജഭരണം നിലനിൽക്കുന്ന സമയത്ത് രാജാക്കന്മാർക്ക് മക്കളില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ ദത്തെടുക്കാൻ പറ്റും. ആ ദത്തെടുക്കുന്ന കുട്ടികൾ പിന്നീട് എന്ത് ചെയ്യും? രാജാവായിട്ട്, അടുത്ത തലമുറയിലെ രാജാവായി മാറും. അങ്ങനെയാണ് സംഭവിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം അവർ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ ദത്തവകാശ നിരോധന നിയമം എന്നുള്ള നിയമം കൊണ്ടുവന്നു. ഡൽഹൌസി പ്രഭു, ആരാണ്? ഡൽഹൌസി പ്രഭു എന്ന് പറഞ്ഞ പ്രഭുവാണ്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഗവർണർ ജനറലാണ് അന്ന് ഈ ഒരു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. എന്ത് നിയമം? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ആര്?
ഡൽഹൌസി പ്രഭു. ഓക്കെ, അപ്പൊ അദ്ദേഹം ഇത് നടപ്പിലാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ദത്തവകാശം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കി ആ രാജ്യത്ത് പിന്നെ അടുത്തൊരു തലമുറയില് രാജാവില്ല, ഭരണാധികാരി ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ആർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും? ബ്രിട്ടീഷുകാർക്ക്. അപ്പൊ ആ സ്ഥലവും എന്ത് ചെയ്തു പിടിച്ചെടുക്കും. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അവർ കാരണം നമ്മുടെ ഭരണത്തിനെ പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പൊ അവർക്ക് ആവശ്യമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ പുറത്തിറക്കി അവരെന്ത് ചെയ്തു പല സ്ഥലങ്ങളും പ്രഭുക്കന്മാരുടെ നിന്ന് രാജാക്കന്മാരുടെ നിന്നൊക്കെ എന്ത് ചെയ്തു പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഈ ദത്താവകാശ നിരോധന നിയമം വന്നപ്പോഴത്തേക്ക് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യത്തിന്റെ രാജാവായിരുന്നു പേഷ്വാ ബാജിറാവു. പേഷ്വാ ബാജിറാവു ആ രാജാവിന്റെ മകന് ദത്തപുത്രനായിരുന്നു. അദ്ദേഹത്തിന് മകനില്ലായിരുന്നു, അതുകൊണ്ട് ദത്തപുത്രനായിരുന്നു നാനാ സാഹിബ്. അദ്ദേഹവും ഈ യുദ്ധത്തിന് വളരെ നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ്. അപ്പൊ നാനാ സാഹിബ് എന്താ കാരണം അറിയാം, നേതൃത്വം കൊടുക്കാനുള്ള കാരണം മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. പേഷ്വാ ബാജിറാവു എന്ന് പറഞ്ഞ രാജാവിന്റെ ദത്തപുത്രനാണ് നാനാ സാഹിബ്. ഇദ്ദേഹത്തിന് നാട്ടുരാജ്യം ഭരിക്കുവാനുള്ള ഒരു അവകാശം കിട്ടിയില്ല. കാരണം ദത്താവകാശ നിരോധന നിയമം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതും ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് ഇദ്ദേഹം എന്തിലേക്ക് ഇറങ്ങി ചെന്നു? നേതൃത്വം കൊടുത്തു. ഏതിനാണ് നേതൃത്വം കൊടുത്തത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്. അദ്ദേഹം അങ്ങനെ ഈ നമ്മൾ പറഞ്ഞു മീററ്റിലാണ് ഈ പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷേ മീററ്റിൽ നിന്നും നമ്മുടെ ആ ഇന്ത്യയുടെ ആ മുകൾ വശത്ത് നോർത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയുടെ മുകൾ വശത്ത് പല ഭാഗങ്ങളിലായി വീണ്ടും സമരങ്ങൾ വീണ്ടും ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. മീററ്റിലാണ് തുടങ്ങിയതെങ്കിലും ഈ സമരം പിന്നീട് അവധ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നീട് അടുത്ത സ്ഥലം പറയുന്നത് കാൺപൂർ. എന്താണ് കാൺപൂർ? ഈ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത ആളുകളാണ് നമ്മൾ പറഞ്ഞ നാനാ സാഹിബ്. നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ നാനാ സാഹിബിന്റെ കൂടെ സഹായത്തിൽ നിന്ന സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയോ തോപ്പി. ആരാണ്? താന്തിയോ തോപ്പി. അപ്പൊ ഈ താന്തിയോ തോപ്പി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇച്ചിരി മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കാൺപൂരിലാണ്. കാൺപൂരിൽ ആരൊക്കെയായിരുന്നു? രണ്ടുപേർ. ആരൊക്കെയായിരുന്നു? നാനാ സാഹിബും താന്തിയോ തോപ്പി. ഈ താന്തിയോ തോപ്പി എന്ന് പറഞ്ഞ ആളെ നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു പേര് കൂടെ അറിയപ്പെടുന്നത് ഗറില്ല യുദ്ധരീതികൾ ആവിഷ്കരിച്ച. അപ്പൊ യുദ്ധമുറകളിൽ ഗറില്ല യുദ്ധരീതി, ഗറില്ല എന്ന് പറഞ്ഞാൽ ഒളിപ്പോരുകൾ നടത്തുക എന്നാണ് പറയുന്നത്. ഈ ഗറില്ല യുദ്ധരീതി മുൻപോട്ട് കൊണ്ടുവന്ന ആളായിരുന്നു താന്തിയോ തോപ്പി. അപ്പൊ 1857 ഗറില്ല യുദ്ധരീതി കൊണ്ടുവന്ന ആളായിരുന്നു. ആരുടെ പേരെന്താണ്? താന്തിയോ തോപ്പി. ഈ താന്തിയോ തോപ്പി ആരുടെ സൈനിക ഉപദേഷ്ടാവായിരുന്നു? നാനാ സാഹിബ്. നാനാ സാഹിബ് എവിടെയായിരുന്നു? കാൺപൂരിൽ എന്തായിരുന്നു പ്രത്യേകത? അദ്ദേഹം അവിടുത്തെ പേഷ്വാ ബാജിറാവു എന്ന് പറഞ്ഞ രാജാവിന്റെ ദത്തപുത്രനായിരുന്നു. അദ്ദേഹത്തിന് ഭരണം കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഇതിനകത്ത് ഇറങ്ങിച്ചെന്നത്. എവിടെയാണ്? കാൺപൂർ. ആരാണ്? നാനാ സാഹിബ്. അദ്ദേഹത്തിന്റെ സൈനിക ഉപദേഷ്ടാവ് താന്തിയോ തോപ്പി. താന്തിയോ തോപ്പി അറിയപ്പെടുന്ന പേര് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഗറില്ല യുദ്ധമുറകൾ ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര്? താന്തിയോ തോപ്പി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഇപ്പം കാൺപൂർ. ഇനി അടുത്ത ഒന്നാം സ്വാതന്ത്ര്യ സമരം പല സ്ഥലങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ടു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടെങ്കിലും പിന്നീട് അത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. അങ്ങനെയാണ് ഈ സമരം എന്ത് ചെയ്തത്? വലിയൊരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു സമരമായി ഇതിനെ മാറിയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ സമരം പിന്നീട് എങ്ങോട്ട് സഞ്ചരിച്ചു പോയി എന്ന് നമുക്ക് അറിയണ്ടേ? ഈ സമരം വീണ്ടും പല സ്ഥലങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം പറഞ്ഞു കാൺപൂർ. ഇനി അടുത്ത പറയാൻ പോകുന്നത് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന ആളുടെ പേരെന്ന് ഓർത്താൽ മതി. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? കൻവർ സിംഗ്. അയാളാണ് എന്ത് ചെയ്തത്? ഈ ബീഹാറിൽ നേതൃത്വം കൊടുത്തത്. അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബീഹാറിൽ നേതൃത്വം കൊടുത്ത ആളുടെ പേരെന്താണ്? കൻവർ സിംഗ്. എന്താണ്? കൻവർ സിംഗ്. നമ്മളിപ്പോ മുമ്പ് പറഞ്ഞത് കാൺപൂരിൽ ആരായിരുന്നു? താന്തിയോ തോപ്പിയും നാനാ സാഹിബും. ഇനി മറക്കരുത്. ഇനി അതിനുശേഷം ഫൈസലാബാദ്. എവിടെയാണ്? ഫൈസലാബാദ്. ഈ ഫൈസലാബാദിൽ നേതൃത്വം കൊടുത്തവരാണ്? മൗലവി അഹമ്മദുള്ള. ഓക്കെ, മൗലവി അഹമ്മദുള്ള. അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ കൂടാ, നിങ്ങൾ കേട്ട് വെച്ചാൽ മതി. പിന്നീട് കാര്യം, ഇതൊന്നും ആരും എഴുതി വെക്കണ്ട. ഇപ്പൊ ആദ്യമേ വീഡിയോ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ എഴുതി വെക്കണ്ട. എഴുതി കണ്ടതിന് ശേഷം അവസാനം മാത്രമേ നോട്ട്സ് തയ്യാറാക്കാവൂ. നിങ്ങൾക്ക് തന്നെ പറഞ്ഞു നോക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതും. വീഡിയോ കാണാതെ തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കും. എന്നിട്ട് വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ നിവാരണം ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞു ബീഹാർ നേതൃത്വം കൊടുത്ത ആളുടെ പേര് കൻവർ സിംഗ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നതും കൻവർ സിംഗ്. താന്തിയോ തോപ്പി ആരാണ്? യുദ്ധമുറകൾ എങ്ങനെയാക്കി? ഗറില്ല യുദ്ധമുറകൾ ആവിഷ്കരിച്ച വ്യക്തി. അദ്ദേഹം ആരുടെ സൈനിക ഉപദേഷ്ടാവായിരുന്നു? നാനാ സാഹിബിന്റെ. നാനാ സാഹിബ് ആരുടെയായിരുന്നു? പേഷ്വാ ബാജിറാവു എന്ന് പറഞ്ഞ ആളുടെ ദത്തപുത്രനായിരുന്നു. ഇപ്പൊ നമ്മൾ സ്ഥലങ്ങൾ പറഞ്ഞത് എവിടെയൊക്കെയായിരുന്നു? മീററ്റിലാണ് തുടങ്ങി വെച്ചത്. പിന്നീട് നമ്മൾ പറഞ്ഞത് കാൺപൂരിൽ രണ്ടുപേരെ പേര് പറഞ്ഞിരുന്നു, നാനാ സാഹിബും താന്തിയോ തോപ്പിയും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് എവിടെയായിരുന്നു? ഫൈസലാബാദിലെ ആളുടെ പേരെന്താണ്? മൗലവി അഹമ്മദുള്ള. എവിടെയാണ്? ഫൈസലാബാദിൽ. ഓക്കെ, ഇപ്പൊ 3 സ്ഥലങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇനി 4ാമത്തെ സ്ഥലമാണ് ഝാൻസി. എവിടെയാണ്? ഝാൻസി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരും ഝാൻസി റാണി അല്ലേ? അപ്പൊ ഝാൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത് നേതൃത്വം കൊടുത്ത ആളുടെ പേരെന്താണ്? റാണി ലക്ഷ്മിബായ്. ആരാണ്? റാണി ലക്ഷ്മിബായ്. ഈ റാണി ലക്ഷ്മിബായ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ റാണി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഝാൻസി റാണി. അവരുടെ സ്ഥലത്തിന്റെ പേരായ ഝാൻസിയും അവരുടെ പേരായ റാണിയും കൂടെ ചേർത്താണ് ഝാൻസി റാണി നമ്മൾ പറയുന്നത്. അപ്പൊ അത് ആ പേര് ഓർക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും സംശയം വരില്ല. ഝാൻസി റാണി. എന്താണ്? ഝാൻസിയിലെ റാണി ലക്ഷ്മിബായ്. ഓക്കെ,
പിന്നെ അതിനുശേഷം പിന്നെ അടുത്ത സ്ഥലമാണ് ബീഹാർ പറഞ്ഞിരുന്നു, കൻവർ സിംഗ്. ഈ 4 സ്ഥലങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കാണല്ലോ. ഡൽഹിയിലെ സ്ഥലത്തിൽ ആരായിരുന്നു? ജനറൽ ബഖ്ത് ഖാൻ. അപ്പൊ ഡൽഹിയിൽ ആരായിരുന്നു? ജനറൽ ബഖ്ത് ഖാൻ. അപ്പൊ ഇത്രയും ജഗദീഷ്പൂരിലും ആര് തന്നെയായിരുന്നു? കൻവർ സിംഗ്. ഇത്രയും ആൾക്കാരാണ് ഇത്രയും സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്തത്. ഈ പരീക്ഷയ്ക്ക് മിക്കവാറും വരുന്നത് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യം നമ്മൾ പറഞ്ഞത് എവിടെയായിരുന്നു? കാൺപൂരിൽ ആരായിരുന്നു നേതൃത്വം കൊടുത്തത്? നാനാ സാഹിബും താന്തിയൂർ തോപ്പിയും. അതിനുശേഷം പറഞ്ഞു ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായി. പിന്നീട് അതിനുശേഷം പറഞ്ഞത് എവിടെയായിരുന്നു? ബീഹാറിൽ ആരായിരുന്നു? കൻവർ സിംഗ്. അതിനുശേഷം പറഞ്ഞത് ആരായിരുന്നു? ഫൈസലാബാദ്. എവിടെയാണ്? ഫൈസലാബാദിൽ ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള. ആരാണ്? മൗലവി അഹമ്മദുള്ള. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ആരായിരുന്നു? ജഗദീഷ്പൂരിലും ആര് തന്നെയാണ്? കൻവർ സിംഗ് തന്നെയായിരുന്നു. പിന്നീട് ഡൽഹിയിൽ ആരായിരുന്നു? ജനറൽ ബഖ്ത് ഖാൻ. ആരാണ്? ജനറൽ ബഖ്ത് ഖാൻ. അപ്പൊ 6 സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട നേതൃത്വ ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് 1857 സമരത്തിനെ കുറിച്ച് പറയുമ്പോൾ. ഓക്കെ, ഇനി ഈ സമരത്തിനെ ബ്രിട്ടീഷുകാർ വിളിച്ചത് ശിപ്പായി ലഹള എന്നായിരുന്നു. ശിപ്പായി ലഹള എന്ന് വിളിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? അവിടുത്തെ ഇന്ത്യൻ പട്ടാളക്കാരെ ശിപ്പായിമാരെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ലഹളയെ ശിപ്പായി ലഹള എന്നും വിളിച്ചത്. ഓക്കെ, ഇനി ഇത്രയും വിവരങ്ങളെല്ലാം എനിക്കറിയാവുന്നതാണ് 1857 കുറിച്ച്, അതിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് എനിക്കറിയാവുന്ന വിവരങ്ങളാണ്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ശേഖരിച്ച് അതെല്ലാം ഒരു നോട്ട്സ് ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നോട്ട്സ് ആക്കി നിങ്ങളും എഴുതി വെക്കുക. ബാക്കി കിട്ടുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് ആ നോട്ട്സ് വിപുലീകരിക്കാം. അങ്ങനെ ഓരോ സെക്ഷൻസ് കവർ ചെയ്ത് പോയി നമ്മൾ ഓരോ മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് വെച്ച് ആ സെക്ഷൻ എന്നുള്ളത് വാങ്ങിയെടുക്കാറുണ്ട്. നമ്മൾ വാങ്ങിയെടുക്കുക. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ അല്ലെങ്കിൽ അടുത്തൊരു സെക്ഷനുമായിട്ട് വന്നു വരാം. ഓക്കെ, എല്ലാവർക്കും ബൈ.